ഹലോ നമസ്കാരം. യാത്രാ വ്ളോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് കർണാടകയിലാണ്. കർണാടകയിലെ ഒരു വില്ലേജിലൂടെയുള്ള ഒരു യാത്രയാണ്. വളരെ മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ. ഈ സ്ഥലത്തിൻ്റെ കറക്റ്റ് പേര് അങ്കനഹള്ളി എന്നാണ്. അങ്കനഹള്ളി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇത് നമ്മുടെ കർണാടകക്കടുത്ത ഹാസൻ സിറ്റിക്കടുത്തുള്ള ഒരു സ്ഥലമാണ്, ഒരു വില്ലേജാണ്. അപ്പോൾ ആ ഒരു വില്ലേജിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ്. രണ്ട് സൈഡിലും കൃഷിയിടങ്ങളാണ്. കർണാടകയിൽ ഏറ്റവും കൂടുതൽ കൃഷിയാണ്. ഇവരുടെ ഉപജീവന മാർഗമായിട്ടാണ് ഈ ഒരു കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ. ഏറ്റവും കൂടുതൽ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്നതാണ്, കൃഷിയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ. അപ്പോൾ ഒരു വൈബ് നിറഞ്ഞൊരു യാത്രയാണ്, മനോഹരമായ ഒരു യാത്രയാണ് കൃഷി. അതായത് നമ്മുടെ ട്രാക്ടറിൻ്റെ മുകളിൽ പിന്നെ ഇങ്ങനെ ഒരു പോകുന്ന ഒരു യാത്രയാണ്. ചെറിയൊരു വീഡിയോ കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ഒന്ന് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. ഒരുപാട് കാഴ്ചകൾ ഉള്ള ഒരു സ്ഥലം തന്നെയാണ് കർണാടക. കർണാടകയിൽ ഇനിയും ഒരുപാട് നമുക്ക് ഷൂട്ട് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ട്രാക്ടറിൻ്റെ മുകളിൽ കയറി യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതായത് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഏതായാലും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണെന്ന് എനിക്ക് തോന്നിയത്. ഏതായാലും ആദ്യമായിട്ടാണ് ഈ ട്രാക്ടറിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ പിന്നെ ഞാൻ ഈ യാത്ര ചെയ്യുന്നത് കേട്ടോ. ബാക്കിൽ നമുക്കറിയാം കാണാം എംസാൻഡാണ്. എംസാൻഡിൻ്റെ ബാക്കിൽ മെറ്റലും എംസാൻഡും കൂടെ പിന്നെ പകുതിയും ആയിട്ടാണ് ഇവർ പിന്നെ ബാക്കിൽ ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇവർ ചില സമയങ്ങളിൽ നമുക്കറിയാം, നമ്മൾ കേരളത്തിലൊക്കെ നമ്മൾ ഒരു വണ്ടി കൈ കാണിച്ച് കഴിഞ്ഞാൽ അവർ നിർത്താൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇവിടെ കർണാടകയിൽ നമുക്ക് ഏത് വണ്ടി കൈ കാണിച്ചാലും അപ്പം തന്നെ അവർ നിർത്തി തരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കാരണം ഇവരങ്ങനെ എത്ര ട്രാക്ടറാണെങ്കിലും അതേപോലെ തന്നെ സൈക്കിളാണെങ്കിലും എന്താണെങ്കിലും ഒന്ന് കൈ കാണിച്ചാൽ അവർ ഉടനെ തന്നെ നിർത്തി തരുന്നതാണ് കേട്ടോ. എനിക്കൊരുപാട് അനുഭവമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് അതേപോലെ തന്നെയാണ്. കാരണം ഞാൻ നടന്നു പോകുമ്പോൾ ഞാൻ കൈ കാണിച്ചു, അപ്പോൾ തന്നെ ഇവർ വണ്ടി നിർത്തി തന്നു. അങ്ങനെ ഞാൻ ഇതിൻ്റെ മുകളിൽ കയറി ഞാൻ ചോദിച്ചു, ഒരു വീഡിയോ എടുത്തോട്ടെ ചോദിച്ചു. അപ്പോൾ എടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു പെർമിഷനോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്.